ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടാണ്. നല്ല രുചിയുള്ള ചിക്കൻ വരട്ട്. ഇതിന് വേണ്ട ചേരുവകൾ: ചെറിയൊരു കോഴി കഴുകി വൃത്തിയാക്കിയത്, ഒരു ഉള്ളി നല്ലവണ്ണം ഫ്രൈ ചെയ്ത് വെച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, ഒരു മീഡിയം സൈസ് തക്കാളി, 4 ചെറിയുള്ളി, കറിവേപ്പില. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇടണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇടാം. അതൊരു 1/2 ടീസ്പൂൺ പോലെ മതി. പൊടിച്ച് വെച്ചത് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാണ്. ഇനി 4 ചെറിയുള്ളി മുറിച്ച് വെച്ചത് ചേർക്കാണ്. ഞെരടി ചേർക്കുന്നതാണ് നല്ലത്. മീഡിയം സൈസ് തക്കാളി, പിന്നെ കറിവേപ്പില, അത് നന്നായി ഞെരടി മുറിച്ച് ചേർക്കുന്നതാണ് നല്ലത്. കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് നന്നായി പെരക്കി വെക്കണം. വേണേൽ നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതുപോലെ കൈവച്ച് നന്നായി ഞെരടി ആ ചിക്കനിലേക്ക് ഇട്ടിരിക്കുന്ന മസാലയും ഉള്ളിയും എല്ലാം നന്നായി ഞെരടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഞെരടി ചേർത്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ നമ്മളത് റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഇനി ഇതിലേക്ക് ഒരു കൂട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വളരെ കുറച്ച് മതി. ആ കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ഒരു മണം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനിനി 2 ഇല കറിവേപ്പില മുറിച്ച് ചേർത്തിട്ടുണ്ട്. മുരിഞ്ഞ് വരുമ്പോഴേക്കും ഈ ചിക്കൻ അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. ചിക്കൻ ചേർക്കുകയാണേ. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചട്ടി ഓൾറെഡി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലുള്ള മസാലയൊക്കെ അതിലേക്ക് ചട്ടിയിലേക്ക് ആക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കില്ല. കാരണം ഈ ഉള്ളിൻ്റെയും ചെറിയുള്ളീൻ്റെയും വലിയുള്ളീൻ്റെയും എല്ലാം വെന്ത് വരുമ്പോഴേക്കേ ആ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി അത്യാവശ്യം വേവേണ്ട വെള്ളം അതിലുണ്ടാകും. ഇതിപ്പം ഇനി ഇതിനെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. മൂടി തുറക്കുകയാണേ. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഉള്ളിയുടെയും ചെറിയുള്ളിയുടെയൊക്കെ വെള്ളം അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ്റെയും വെള്ളമുണ്ട്. അത്യാവശ്യം ഗ്രേവി അതിൽ കാണാൻ പറ്റും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ചിക്കൻ കാലിൻ്റെയൊക്കെ മീറ്റ് പതുക്കെ വെന്തത് കാരണം നോക്കിയേ ഇളകി വരുന്നുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് മൂടി വെക്കാതെ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഉപ്പ് നോക്കണം. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ. ഇനി ഉപ്പ് വേണമെന്നുള്ളവർക്ക് രുചി അനുസരിച്ചിട്ട് ചേർക്കാം. ഉപ്പ് കൂടിയാൽ കുറക്കാൻ പ്രശ്നമാണ്.
കുറഞ്ഞാൽ കൂട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതാ കണ്ട, ആ മീറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മീറ്റ് മസാലയോ ഒന്നും ചേർത്തില്ല. നമ്മളെ വീട്ടിലുള്ള സാധാരണ പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതാ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും മുകളിൽ ഇട്ട് കൊടുക്കണം. കഴുകി വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. അങ്ങനെ നമ്മളുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കുറച്ച് നേരത്തേക്ക് മൂടി വെക്കണം. എന്നിട്ട് ചോറിൻ്റെ ഒപ്പരോ ചപ്പാത്തിയുടെ ഒപ്പരോ കഴിക്കാവുന്നതാണ്. നമ്മളുടെ പണ്ടത്തെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചിക്കൻ വരട്ടാണ്. ഇതാ നോക്കിയേ, വായിൽ വെള്ളം ഊറുന്നില്ലേ? നല്ല രുചിയുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. ഇഫ് യു ലൈക്ക് ദ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. Thank you for watching my channel. Bye.